ഏറ്റവും വിശ്വസനീയമായിട്ട് അവതരിപ്പിക്കും, അടിസ്ഥാനമില്ലാതെ തന്നെ എന്നുള്ളതാണ് നമ്മുടെ മുഖ്യമന്ത്രി സ്വീകരിക്കുന്ന സമീപനം. ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, മുഖ്യമന്ത്രിയെ പറ്റി അങ്ങനെ പറയേണ്ടി വരുന്നു എന്നുള്ളതിൽ വിഷമമുണ്ട്. സാധാരണ ഓരോരുത്തരോരോ പദവിയിലെത്തുമ്പോൾ മുഖ്യമന്ത്രി ആയതിനു ശേഷം നമ്മളങ്ങനെ അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവായി അദ്ദേഹം പറയുന്നത് പോലെ പറയാറില്ല. പക്ഷേ മുഖ്യമന്ത്രി ആയാലും അദ്ദേഹം പറയുന്ന വാക്കുകൾക്ക് അദ്ദേഹത്തിന് ഒരു ഉറപ്പ് വേണം. അദ്ദേഹം പറഞ്ഞു ഫെബ്രുവരി മാസത്തിൽ ഇതേപോലെ, ഫെബ്രുവരി 24 മറ്റൊരു ഡേറ്റ് പറഞ്ഞു, ഫെബ്രുവരി 24 ഇതേപോലെ തന്നെ സബ്ജക്ട് കമ്മിറ്റി പോവാതെ ബില്ല് വന്നിട്ടുണ്ട്. ഫെബ്രുവരി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ജനുവരി 29 നമ്മൾ അവതരിപ്പിച്ച ബഡ്ജറ്റ്, അതിനകത്ത് ടാക്സ് പ്രൊവിഷനൊന്നും ഇല്ലാന്ന് നിങ്ങൾക്കറിയാം. വലിയ കാര്യമായ ടാക്സ് ഇല്ല, കാരണം ഫിനാൻസ് അധികം വരുന്ന കാര്യങ്ങളൊന്നുമില്ല. അങ്ങനത്തെ കാര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നമില്ല. സാധാരണഗതിയിൽ പോവേണ്ട ഒരു കാര്യവും സബ്ജക്ട് കമ്മിറ്റിയിൽ പോവാതെ നമ്മളെടുത്തിട്ടില്ല. ഞങ്ങളുടെ സബ്ജക്ട് കമ്മിറ്റിയിൽ അംഗമായിരുന്ന ആളുകളിൽ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, നമ്മുടെ ബഹുമാനപ്പെട്ട സ്പീക്കർ, ശ്രീ ഷംസുദ്ദീൻ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി, ശ്രീ കെ ബാബു, ഞാൻ 3 പേരുടെ പേര് ഓർത്ത് പറയാം. വളരെ കൃത്യമായി നല്ല ചർച്ച നടക്കുന്നതാണ്. ചില കാര്യങ്ങൾ അവർ പോയിൻ്റ് ഔട്ട് ചെയ്ത് തരാറുണ്ട്, ചില കാര്യങ്ങൾ ഡിഫറൻസ് പറയാറുണ്ട്. അപ്പോൾ സബ്ജക്ട് കമ്മിറ്റിയിൽ സാധാരണ പോവാതെ ഒന്നും ഒളിച്ചു കടത്തേണ്ട ഒരു കാര്യവും നമുക്കില്ല. കാരണം ഇപ്പം തന്നെ ഈ ബക്കാടിയായിട്ടെന്ന് പറയുന്ന വിവാദമായ വീര്യം കുറഞ്ഞ മദ്യം, വാസ്തവത്തിൽ വീര്യം കുറഞ്ഞ മദ്യത്തിനെ സംബന്ധിച്ച് നമ്മൾ നികുതി തീരുമാനിച്ചിട്ടില്ലല്ലോ, നികുതി ഘടന തീരുമാനിക്കാഞ്ഞത് പർപ്പസ്ഫുള്ളായിട്ടാണ്. വളരെ വലിയ ഒരു സെറ്റിലേക്ക്, കുട്ടികളടക്കമുള്ള ആളുകളിലേക്ക് ഇത് പോകാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് നികുതി വകുപ്പിൻ്റെ ചുമതലയുള്ള ധനകാര്യ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ഞാൻ തന്നെയാണ് അത്തരം ഒരു കാര്യം അത് നമ്മൾ അനുവദിക്കാതിരുന്നത്. തീർച്ചയായിട്ടും LDFൻ്റെ ഒരു പൊതു നയത്തിൻ്റെ ഭാഗമായിട്ടാണല്ലോ മന്ത്രി എന്ന നിലയിൽ ഞാൻ അത് അനുവദിക്കാതിരുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ ഞങ്ങളത് പിടിച്ചു വെച്ചിരുന്നതാണ്. നിങ്ങൾക്കറിയാം, 10,000 കോടി രൂപയുടെ ബിസിനസ് വരുന്നൊരു മാർക്കറ്റാണ് ഇമ്മീഡിയറ്റ് ആയിട്ട്. അത് നമ്മൾ അനുവദിക്കാതിരുന്നത് സംസ്ഥാന സർക്കാരിന് പണം കിട്ടുമോ നഷ്ടം വരുമോ തുടങ്ങിയ കാര്യങ്ങളെക്കാൾ ഉപരി അത് ഈ ഒരു പുതിയ സെക്ഷനിലേക്ക് കൂൾ ഡ്രിങ്ക്സ് പോലെ ഇത് കുടിക്കുന്നൊരു ഹാബിറ്റ് വരും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഇവിടെ അദ്ദേഹം പറയുന്നത് ഒരു ന്യായം കിട്ടാൻ വേണ്ടിയിട്ട് എവിടുന്നോ എടുത്തിട്ടാണ്. നിങ്ങളും അപ്പോൾ തന്നെ വാർത്ത കൊടുക്കും, ഫെബ്രുവരി 24 കൂടിയില്ലേ. ഇങ്ങനെ ഒരു ഒറ്റ ദിവസത്തെ വാർത്ത, ഒരു റീല്, അപ്പോൾ റീല് കാണും, എല്ലാവരും കൈയടിക്കും. അങ്ങനെ റീല് കണ്ട് കൈയടിക്കാൻ പോകേണ്ട ഒരു പോസ്റ്റ് അല്ല മുഖ്യമന്ത്രിയുടേത്. 24 അങ്ങനെ സബ്ജക്ട് കമ്മിറ്റി, ഏതെങ്കിലും ഒരു സബ്ജക്ട് കമ്മിറ്റി ഇതുപോലെ ഫിനാൻഷ്യലായിട്ട് സീരിയസ് ആയിട്ടുള്ള ഒരു മാറ്ററൊന്നും സബ്ജക്ട് കമ്മിറ്റി പോകാതെ ഞങ്ങൾ എടുത്തിട്ടേ ഇല്ല. അങ്ങനെ എടുക്കേണ്ട ഒരു കാര്യമില്ല. ആരോടെയും പറയാൻ പറ്റാത്തൊരു കാര്യം ഞങ്ങൾ എടുത്തിട്ടില്ല. ഞങ്ങൾ LDF ചർച്ച ചെയ്യേണ്ടത് LDF ചർച്ച ചെയ്യും, CPM-ഉം CPI-യും മറ്റ് പാർട്ടികളും ചർച്ച ചെയ്യും. ഇവിടെ അതത് പാർട്ടി പോലും ചർച്ച ചെയ്തില്ല, മന്ത്രിസഭയിൽ തന്നെ ഈ നയം സംബന്ധിച്ച് ചർച്ച ചെയ്തില്ലെന്ന് ഞങ്ങളാരുമല്ലല്ലോ പറഞ്ഞത്. ശ്രീ VM സുധീരനും അതുപോലെ AICC നേതാക്കന്മാർ ഉൾപ്പെടെ പറഞ്ഞത് ഞങ്ങൾ പറയിപ്പിച്ചല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറയുന്ന ന്യായം ശരിയല്ല, റീസണബിൾ ആയിട്ടുള്ള കാര്യം പറയണം. മറ്റൊരു കാര്യം പറഞ്ഞത്, ഈ ഇവിടെ നേരത്തെ മുഖ്യമന്ത്രി പറഞ്ഞതിനെ പറ്റി പ്രതിപക്ഷ നേതാവ് സംസാരിച്ചു കഴിഞ്ഞു. അതിനകത്ത് എന്താ എക്സസീവ് ഡെലിഗേഷൻ എന്താ? സാധാരണഗതിയിൽ അസംബ്ലി പാസ്സാക്കുന്ന ഒരു നിയമം, പ്രത്യേകിച്ച് ടാക്സിൻ്റെ ഡിസ്കൗണ്ട് ഒരു ഉദ്യോഗസ്ഥൻ ഒപ്പിടുന്ന ദിവസം തൊട്ടാണെന്ന് തീരുമാനിച്ചാൽ, ഉദ്യോഗസ്ഥൻ ഒപ്പിടുന്നതിൻ്റെ ഡേറ്റ് മുതലെന്ന് പറയുമ്പോൾ അതിന് വലിയ എക്സസീവായിട്ടുള്ള പവേഴ്സ് വരും. അതിനാണ് എക്സസീവ് ഡെലിഗേഷൻ എന്ന് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ 2022 കേരള ഫിനാൻസ് ബില്ലിൽ ഇങ്ങനൊരു പ്രൊവിഷൻ ചേർത്തിട്ടില്ലേ, അതിനകത്ത് ഈ സേവ് ആസ് അതർവൈസ് പ്രൊവൈഡഡ് എന്ന് പറഞ്ഞിട്ട് ഈ ആക്ട്, ഇപ്പോൾ ഞാനതെടുത്തതാണ്, അതിനകത്ത് സെക്ഷൻ 7 ഷാൽ കം ഇൻ ടു ഫോഴ്സ് ഓൺ സച്ച് എ ഡേറ്റ് ദ ഗവൺമെൻറ് മേ ബൈ നോട്ടിഫിക്കേഷൻ ഇൻ ദ ഒഫീഷ്യൽ ഗസറ്റ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞേക്കുന്നത്. എന്തിനെ പറ്റിയാ? ഇതുപോലെ നികുതി കുറച്ച് കൊടുക്കുന്നതാണോ? ഏതെങ്കിലും ടാക്സ് സംബന്ധിച്ചാണോ? ഇങ്ങനെ ആർക്കെങ്കിലും ആനുകൂല്യം കൊടുക്കുന്നതാണോ? GSTയുടെ നിയമങ്ങൾ എപ്പോഴൊക്കെ GST കൗൺസിൽ പാസ്സാക്കുന്നുണ്ടോ അപ്പോഴൊക്കെ ഇവിടെ അതേപോലെ പാസ്സാക്കും. അതാണ് നിയമം, ഇപ്പോഴത്തെ നിയമത്തിലുണ്ട്. ആ നടപ്പിലാക്കുന്നതിനെ സംബന്ധിച്ച് ഉള്ള ഒരു ക്ലോസാണ് പറഞ്ഞേക്കുന്നത്. അത് സാധാരണഗതിയിൽ സ്വീകരിക്കുന്ന ഒരു കാര്യമാണ്. GST നിയമം അനുസരിച്ച് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് മറ്റേ തുടങ്ങിയ ടെക്നിക്കൽ കുറേ കാര്യങ്ങൾ വരുന്നതിനെ സംബന്ധിച്ച് ഇന്ന ദിവസം തൊട്ട് എന്ന് തീരുമാനിച്ചേക്കുന്ന ഒരു കാര്യം പറഞ്ഞപ്പോൾ അതും ഈ മദ്യത്തിൻ്റെ നികുതി കുറയ്ക്കുന്നതായി ചേർത്ത് പറയുക. അങ്ങനെ പറയാൻ പാടില്ല. അദ്ദേഹം ഈ കാര്യത്തിനകത്ത് കുറച്ചുകൂടി വസ്തുതാപരമായ കാര്യങ്ങൾ സമീകരിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് സബ്ജക്ട് കമ്മിറ്റി കൂടിയില്ല എന്നുള്ളത് ഏറ്റവും വലിയ കാര്യം, അപകടം. അതിനേക്കാളും കൂടുതൽ എക്സസീവ് പവർ, ഇതിൻ്റെ അധികാരം മുഴുവനും എക്സിക്യൂട്ടീവിന് കൊടുക്കുന്ന കാര്യം. ഇതെല്ലാം ചോദിക്കുമ്പോൾ വേറെ എന്തെങ്കിലും ഒരു ന്യായം, തെറ്റായ കാര്യം പറയുന്നു, അതൊരു ശരിയായ കാര്യമല്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച്. അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. അദ്ദേഹം പറഞ്ഞ ഏത് ഡോക്യുമെൻറ്റും നിങ്ങൾക്ക് എടുത്ത് നോക്കാവുന്നതാണല്ലോ. മുഖ്യമന്ത്രി നിയമസഭ വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പലതും മുമ്പ് ഇങ്ങനെ ആണെന്ന് പറയുന്നത് പലതും വന്നിട്ടുണ്ട്. ഞങ്ങൾ ചിലതൊക്കെ എഴുതി കൊടുത്തു കഴിഞ്ഞു. ഇപ്പോൾ ഇന്നലെ തന്നെ ശ്രീ ഷിബു ബേബി ജോൺ എടുത്ത് പറഞ്ഞൊരു കാര്യം, നേരത്തെ 5 തവണ ഇതുപോലെ മന്ത്രിമാർ ഇടപെട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രി സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അന്ന് മന്ത്രിയായിരുന്ന ശ്രീ ശശീന്ദ്രൻ ഇടപെട്ടു തുടങ്ങി പറഞ്ഞു. ഞങ്ങളത് നോക്കി, അത് എഴുതി കൊടുക്കുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾ. ഇത് പലതും തെറ്റായി പറയുകയാണ്. ഒരു ദിവസം അടിയന്തര പ്രമേയത്തിന്
ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. സഭയ്ക്കകത്ത് മുഖ്യമന്ത്രിക്ക് ഒരു അഡ്വാൻറ്റേജ് കിട്ടും, ഭരണപക്ഷത്തിന് അഡ്വാൻറ്റേജ് കിട്ടും. ഞങ്ങൾ കുറച്ച് പേരല്ലേ ചർച്ച ചെയ്യാനുള്ളൂ, ഞങ്ങൾക്ക് സമയം കുറവല്ലേ. അപ്പോൾ അവസാനം പറയുമ്പം അത് വെച്ച് ക്ലോസ് ചെയ്ത് അങ്ങ് പോകുന്ന ശീലം നല്ല ശീലമല്ല. തെറ്റായ കാര്യങ്ങൾ പറയുന്നത് ഞങ്ങളിതുപോലെ എഴുതി കൊടുത്തിട്ടുണ്ട്. ദിവസവും ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക. ഒരു കാര്യവും രണ്ട് കാര്യമല്ല, എല്ലാ ദിവസവും ഇങ്ങനത്തെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മന്ത്രിമാരെയും അത് പരിശീലിപ്പിക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. പ്രമേയത്തിന് മറുപടി പറഞ്ഞു, ഒരു കാര്യം അഡീഷണൽ ആഡ് ചെയ്യണമെങ്കിൽ ഫിനാൻസിൻ്റെ ഒരു കാര്യങ്ങളുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ ഞാൻ ആഡ് ചെയ്യാറുണ്ട്, അല്ല വേറൊരു മന്ത്രി ആഡ് ചെയ്യാറുണ്ട്. ഇതങ്ങനല്ല, പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് കയറിയതിനെ പറ്റിയാണ് പറഞ്ഞത്. എന്താ സംഭവം കഴിഞ്ഞു, ആ സംഭവം കഴിഞ്ഞാൽ ഇനി അത് ആവർത്തിക്കേണ്ട എന്ന് തീരുമാനിച്ച പോലെ ഉടനെ കുത്തിയിളക്കി ഒരു 5 കേസ് പഴയതുണ്ടെന്ന് പറഞ്ഞ് കൊടുത്തുവിട്ടതെല്ലാം അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ്.